മിഥുൻ, ഇന്നത്തെ യോഗം എന്തിനായിരുന്നു എന്ന സംശയമാണിപ്പോൾ ഉയരുന്നത്. ഈ തോൽവി ചർച്ച ചെയ്യാനുള്ള ഒരു യോഗമായിരുന്നില്ല. മുനമ്പമടക്കമുള്ള വിഷയങ്ങളിൽ സമരം ചർച്ച ചെയ്തു ഇന്നത്തെ യോഗം എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കെ സുരേന്ദ്രന്റെ എതിർപക്ഷമായി നിൽക്കുന്ന പല നേതാക്കളും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തിട്ടുമില്ല. ഇന്നിപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞതാണ് ശരി എന്ന വാദമാണോ താങ്കൾക്കുള്ളത്? നോക്കൂ, എനിക്ക് ഈ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനെ കുറിച്ച് വലിയ ഒരു വിശ്വാസം കുറവാണ്. കാരണം ഞാൻ അതെന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് തന്നെ പറയാം. കാരണം പണ്ട് എനിക്ക് ഒരു കോവിഡ് സമയത്ത് വർക്ക് ഫ്രം ഹോം ആയിരുന്ന സമയത്ത് ഞാൻ BJP അവരുടെ ഈ ഒരു ക്യാമ്പയിൻസിലൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു 21 ഇലക്ഷൻസിൽ. അപ്പൊ അന്ന് മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത, ശ്രീ വി മുരളീധരൻ പങ്കെടുത്ത ഒരു മാധ്യമ ചർച്ചയിൽ നിന്നും ഒരുപാട് നേതാക്കൾ ഇറങ്ങിപ്പോയി എന്ന രീതിയിലൊക്കെ ഒരു മാധ്യമ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പം അന്ന് ആ ഒരു ഡിസ്കഷൻ ഹാൻഡിൽ ചെയ്തത് ഞാനായിരുന്നു. ആ ഡിസ്കഷന്റെ മോഡറേറ്റർ ഞാനായിരുന്നു. അതിനെ മൊത്തത്തിൽ ഓർഗനൈസ് ചെയ്തത് ഞാനായിരുന്നു. അതിൽ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. പക്ഷെ മാധ്യമങ്ങൾ അങ്ങനെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. ഞാൻ BJP പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്ന ആളല്ല. പക്ഷെ എനിക്ക് എന്താ പറയാ, ചില സമയത്ത് അങ്ങനെ ഒരു എന്താ പറയാ ഒരു ഫ്രീലാൻസ് എന്ന രീതിയിലൊക്കെ ഞാൻ അവരെന്നെ ആവശ്യപ്പെട്ട സമയത്തൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യമായിരുന്നു, മാധ്യമങ്ങളിൽ വരുന്ന പല വാർത്തകളും അവിടെ നടക്കുന്നതുമായിട്ടുള്ള ഒരു ബന്ധവുമില്ലാത്ത വാർത്തയാണ്. അപ്പം BJP ടാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും ചെയ്യാറുണ്ട് എന്നൊരു കാര്യത്തിൽ എനിക്ക് അന്നാണ് ശരിക്കും ഒരു ധാരണ കിട്ടിയത്. കാരണം 2021 അപ്പം അതിനെ വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ചർച്ചയിൽ നിന്നും ഈ പറയുന്ന പോലെ സ്മൃതി പറഞ്ഞ പോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു എന്നൊക്കെ പറയുന്നു. അതിനെ എനിക്ക് ഒരിക്കലും എന്താ പറയുക, ഒരു കൃത്യമായ ധാരണയില്ലാതെ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ താല്പര്യം പോലും ഇല്ല. കാരണം BJP പൊളിറ്റിക്സിനെ എപ്പോഴും ഒരു വിമർശനാത്മക ശൈലിയിൽ മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ കാണാറുള്ളത്. എത്രയോ കാലമായി അങ്ങനെ തന്നെയാണ്. ആ പാറ്റേണിൽ ഒരു ചേഞ്ചും വന്നിട്ടില്ല. അപ്പം BJPക്ക് ഉള്ളിൽ ഒരു കമ്മിറ്റി മീറ്റിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സ്മൃതി ഏതൊരു കമ്മിറ്റി മീറ്റിംഗ് നടന്നു കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറി ഉണ്ടായി എന്ന രീതിയിലാണ് പലപ്പോഴും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടാറുള്ളത്. പക്ഷെ അങ്ങനെയൊന്നും നടന്നിട്ട് പോലും ഉണ്ടാവില്ല. എന്താ പറയുക, മിഥുൻ വിജയകുമാർ, ഇന്നലെ നടന്ന പ്രതികരണങ്ങൾ, നഗരസഭാ അധ്യക്ഷയുടെ പ്രതികരണം, ഇന്നിപ്പോൾ നഗരസഭയിൽ ഉണ്ടായിരിക്കുന്ന സംഘർഷം, ഇതൊന്നും കണ്ടില്ല എന്നാണോ? അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ആളുകളുടെ പ്രതികരണം കണ്ടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. നഗരസഭാ അധ്യക്ഷയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാകും. പക്ഷെ ഈ പറയുന്ന പോലെ എല്ലാത്തിനെയും എന്താ പറയുക, ഇവരുടെ കമ്മിറ്റി മീറ്റിംഗിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായി അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ പൂർണ്ണമായി വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് മാത്രമേ പറയുള്ളൂ. കാരണം ഇവിടെ ആളുകൾക്ക് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവാം. പല നേതാക്കൾക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ട്. BJP സംബന്ധിച്ച് ഈ അഭിപ്രായങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലാണ് ചർച്ച ചെയ്യപ്പെടുന്നത് എല്ലാം തന്നെ. അവരുടെ ഇന്റേണൽ ഡിസ്കഷൻസ് പലപ്പോഴും എന്താ പറയുക, മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യാനുള്ള ഒരു അവന്യൂ ആയി മാറുകയാണ്. അങ്ങനെയല്ല മറ്റു പാർട്ടികളിലും ഇതേപോലുള്ള LDF-ലാണെങ്കിലും UDF-ലാണെങ്കിലും ഒക്കെ തന്നെ ഇങ്ങനെയുള്ള എന്താ പറയുക ഡിഫറൻസസ് ഉണ്ട്. അതൊക്കെ ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട്. അതിനെയൊക്കെ തന്നെ മാധ്യമങ്ങൾ എന്താ പറയുക പ്രസന്റ് ചെയ്യുന്ന രീതി വേറെയാണ്. പക്ഷെ BJPക്കുള്ളിൽ ഇങ്ങനെ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ അത് പ്രസന്റ് ചെയ്യപ്പെടുന്ന രീതി മറ്റൊന്നാണ്. അപ്പം അവിടെയാണ് നമ്മൾ എന്താ പറയുക, BJPയെ മീഡിയ വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യുന്നു. പക്ഷെ മറ്റ് പാർട്ടികളോട് ഒരു സോഫ്റ്റ് അപ്രോച്ച് ആണ്. ഫോർ എക്സാമ്പിൾ LDF ആണെങ്കിൽ UDF ആണെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഈ എന്താ പറയുക UDF-ലെ തർക്കങ്ങളൊക്കെ തന്നെ. ഇപ്പം KPCC പ്രസിഡന്റും നമ്മുടെ VD സതീശനും തമ്മിലുള്ള സംഭാഷണങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട്. അത് മാധ്യമങ്ങളിൽ പലപ്പോഴും എന്താ പറയുക ആക്സിഡന്റലി കവർ ചെയ്യപ്പെടുന്ന കാര്യമാണ്. പക്ഷെ അതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ നടക്കുന്നില്ല. അതിനെക്കുറിച്ച് അവർക്കിടയിൽ വലിയ തർക്കം ഉണ്ടെന്ന് ഡിസ്കസ് ചെയ്യപ്പെടുന്നില്ല. ഞാൻ ചോദിച്ചത്, ഇപ്പോൾ മാധ്യമ വിമർശനം എന്ന രൂപത്തിലേക്ക് ചർച്ച കൊണ്ടുപോകേണ്ടതില്ല. ഇന്നത്തെ യോഗത്തിൽ നേതാക്കൾ വിട്ടുന്നതുമായി ബന്ധപ്പെട്ട് താങ്കൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പറയാം. ഞാൻ ചോദിച്ചത് BJPയിൽ പ്രശ്നമുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം നേതാക്കൾ തന്നെ പരസ്യ പ്രതികരണത്തിലേക്ക് വന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇന്നലെയൊക്കെ നടത്തിയ പ്രതികരണങ്ങൾ എന്നുള്ള അസാധാരണ സാഹചര്യമാണ്. ആ രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷമാണ്. അതിനുശേഷം കെ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനം നമ്മുടെ മുന്നിലുണ്ട്.